രാഷ്ട്രീയ നിരീക്ഷകൻ എ ജി ജോർജ് കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ എ ജി ജോർജ്, നമുക്കറിയുന്നത് പോലെ മെഡിക്കൽ കോളേജുകളുടെ അല്ലെങ്കിൽ ഈ ആരോഗ്യ രംഗത്ത്, ഈ കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനെ ഏത് തരത്തിൽ വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ? അല്ലെങ്കിൽ ഈ സാധാരണക്കാർക്ക് പോലും എത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ആരുടെ പിഴവായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ? ഈ സർക്കാർ പറയുന്നത് പോലെ ഇതൊരു പഴയ കെട്ടിടമായിരുന്നു, ഉപയോഗിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് അത്തരത്തിലൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ശ്രീ എ ജി ജോർജ്. നീത, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്ത സംഭവം കേരള മനസാക്ഷിയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ ആ ഞെട്ടലിൽ നിന്ന് കേരള സമൂഹം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. എന്നാൽ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ ഇത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഇതിനോടകം ആരും പരാമർശിക്കാത്ത പൊതു പരാമത്ത് വകുപ്പിന്റെയും അക്ഷന്തവ്യമായ വീഴ്ചകൾ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയേണ്ടതായി വരും. ഇന്നലെ നടത്തിയ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കോട്ടയത്തെ മന്ത്രിയായ വാസവനും മുഖ്യമന്ത്രിയും കൂടെ അവിടെ നടത്തിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. പച്ച കള്ളങ്ങൾ പറഞ്ഞ് മന്ത്രിമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ എത്ര ഹീനമായ ശ്രമങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അതായത് ആ കെട്ടിടത്തെ സംബന്ധിച്ച് മാത്രവുമല്ല, മന്ത്രിമാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പരസ്യമായി പൊതുസമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് അവിടെ ഒരു സൂപ്രണ്ട് എന്ന് പറഞ്ഞ ഒരു കോമാളി വേഷം കെട്ടി ഒരാൾ കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ. ഒരു ഭാഗത്ത് ഈ സൂപ്രണ്ട് പറയുന്നു ആ കെട്ടിടം ഇപ്പോഴും ഉപയോഗത്തിലിരുന്ന കെട്ടിടമാണ്. കാരണം അവിടുത്തെ ജനത്തിരക്ക് കാരണം അവിടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സും അതുപോലെ തന്നെ ഇറങ്ങി നടക്കാൻ കഴിയുന്ന രോഗികളൊക്കെ ആ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ഇന്നലെ ഇടിഞ്ഞു വീണതായിട്ടുള്ള ശുചിമുറികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അയാൾ പരസ്യമായി സമ്മതിച്ചതാണ്. എന്നിട്ട് അയാൾ ഈ മന്ത്രിമാരെ കണ്ടപ്പോൾ അയാളുടെ മുട്ട് ഉറച്ച് മന്ത്രിമാരുടെ ചെവിയിൽ പച്ച കള്ളങ്ങൾ പറഞ്ഞ് കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു, അതിനകത്ത് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ ഇടിഞ്ഞു വീണപ്പോൾ ആർക്കോ ഒന്നോ രണ്ടോ പേർക്ക് നേരിയ പരിക്കുകളെ പറ്റിയുള്ളൂ, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഈ മന്ത്രിമാരുടെ വായിൽ തിരികെ കൊടുത്ത ഈ സൂപ്രണ്ടാണ്, മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടാണ് ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അയാൾ പറയുന്നു 2016 മുതൽ ഈ കെട്ടിടം ദുർബലമാണ്, അതുകൊണ്ട് ഇത് പൊളിച്ചു നീക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, 9 വർഷമായല്ലോ ഇയാൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ചുമതല എന്ന് പറയുന്നത് ആ മെഡിക്കൽ കോളേജിലെ വാർഡുകളും അതോടൊപ്പം തന്നെ ആ കെട്ടിടങ്ങളും ഒക്കെ പരിശോധിക്കുകയും കാലാകാലങ്ങളിൽ പരിഹാര നടപടി എടുക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പലിന്റെ ഉപരിയായിട്ടാണ് ഒരു സൂപ്രണ്ട് തസ്തിക. പ്രിൻസിപ്പലിന്റെ അക്കാദമിക കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനേ സമയം കിട്ടുകയുള്ളൂ. ഇത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാകട്ടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് വാർഡുകളുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും എല്ലാം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നിയന്ത്രണത്തിലാണ്. അയാൾ എന്തുകൊണ്ട് 9 വർഷമായി ഇത് പിന്തുടർന്ന് ഇത് ശരിയാക്കി ഇത് പൊളിച്ചു മാറ്റാനായി ഇത് നടപടി സ്വീകരിച്ചില്ല? 1. 2, ഇത് പൊളിച്ചു മാറ്റാൻ ഏതെങ്കിലും കാരണവശാൽ താമസം ഉണ്ടെങ്കിൽ ആ കെട്ടിടം അപകട നിലയിലാണ്, അതിലേക്ക് ആരും പ്രവേശിക്കരുത് എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് ബോർഡുകളോ കുറഞ്ഞ പക്ഷം ഒരു ചുവന്ന റിബണെങ്കിലും അവിടെ കെട്ടി വേർതിരിച്ചിരുന്നെങ്കിൽ ഈ ഒരു പാവപ്പെട്ട വീട്ടമ്മ 52 വയസ്സുകാരിയായ ഒരു പാവപ്പെട്ടയുടെ ജീവൻ ബോധിക്കേണ്ടി വരികയില്ലായിരുന്നുവെന്ന് കേരളത്തിലെ മനസാക്ഷിയൊക്കെ ഇതിനോടകം തന്നെ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നീ ചോദിച്ചതുപോലെ ഇതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഒരാളിൽ ഒതുങ്ങി നിൽക്കുകയല്ല. കെടുകാര്യസ്ഥതയ്ക്ക് പേര് കേട്ട ആരോഗ്യമന്ത്രി 1-ാം സ്ഥാനത്ത്, അതുപോലെ തന്നെ ഈ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വസ്തുതകൾ മറച്ചുവെക്കുകയും ചെയ്ത മന്ത്രിസഭയിലെ കൂട്ടംഗമായിട്ടുള്ള വാസവൻ മറുഭാഗത്ത്. ഇന്നലെ കണ്ടല്ലോ മറ്റൊരു നാടകം. കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി പാഞ്ഞത്തിൽ 20 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ സ്ഥലം സന്ദർശിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. അദ്ദേഹം പാർട്ടി യോഗങ്ങളിലും അദ്ദേഹത്തിന്റെ സംഘടനാ യോഗങ്ങളിലൊക്കെ പോയി വാദവരാതെ നിന്ന് പ്രസംഗിക്കുകയും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അവിടുത്തെ ജീവനക്കാരിൽ 1-2 ആളുകളോട് അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ രോഗികളോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാനോ ചോദിക്കാനോ ഉള്ള ഒരു മനുഷ്യത്വം അദ്ദേഹം കാണിച്ചില്ലല്ലോ. എന്നിട്ട് കള്ളത്തരം പറയാനായിട്ട് 2 കൂട്ടുമന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട്
അദ്ദേഹം അവിടുന്ന് ശരവേഗത്തിൽ പാഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ജീവ ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ട്, അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുണ്ട്. ഈ പൊതുമരാമത്ത് വകുപ്പൊക്കെ ആരാണ് ഭരിക്കുന്നതെന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ് ഇതിന്റെ ദീർഘിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആരോഗ്യ വകുപ്പ് നശിച്ച് നാറാണക്കല്ലായിരിക്കുന്നു. ഒരു നിമിഷം പോലും ആരോഗ്യമന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് അവർ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ നിമിഷം തന്നെ രാജിവെച്ച് അവരുടെ പഴയ ജോലിയിലേക്ക് പോയാൽ അവർക്കും നല്ലത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ലത്. അതുകൊണ്ട് ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ കെടുകാര്യസ്ഥത, ഉദ്യോഗസ്ഥന്മാർ വെറും വാലാട്ടികളായി നിന്നും മന്ത്രിമാർക്ക് കള്ളങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വെറും വാലാട്ടികളായി മാറുന്ന ദുരവസ്ഥ, അതുപോലെ ആശുപത്രികളുടെ മരുന്നിന്റെ ക്ഷാമം, അവിടുത്തെ വേണ്ടത്ര ഉപകരണങ്ങളുടെ ഇല്ലായ്മ, ഉള്ള ഉപകരണങ്ങൾ തന്നെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതിന്റെ ഉത്തരവാദിത്തം, അങ്ങനെ നീണ്ട് എത്ര ദിവസങ്ങൾ പറഞ്ഞാലും അവസാനിക്കാത്ത പരാധീനത കൊണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ഞാൻ സമയ ചുരുക്കത്താൽ വിശദീകരിക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. ഒരു ഡോക്ടർ തന്നെ, അതും ഇടതുപക്ഷ സൈബർ പോരാളിയായിട്ടുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജിലെ വളരെ സീനിയറായ ഒരു ഡോക്ടർ, ഇടതുപക്ഷ അനുഭാവം ഉണ്ടെന്ന് പിണറായി വിജയന്റെ ഗുരുനാഥനാണെന്നൊക്കെ വാദവരാതെ പറയുന്ന അത് ഡോക്ടർ കാര്യങ്ങൾ സത്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ ഇപ്പൊ അദ്ദേഹത്തെയും പ്രതിക്കൂട്ടിലാക്കാനായി നാണം കെട്ട ഒരു രീതിയല്ലേ ഈ CPM-ഉം അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പൊ കാട്ടുന്നത്. 21 മന്ത്രിമാരുണ്ട്, ഒരു വകുപ്പുമില്ല കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത്രയും ഗതികെട്ട ഒരു മന്ത്രിസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് പൊതുജന രോഷം ആളിക്കത്തുകയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള പ്രക്ഷോഭം രാഷ്ട്രീയ കക്ഷികൾ അതീതമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി കണ്ണു തുറക്കണം, വളരെ സമഗ്രമായ അന്വേഷണം നടത്തണം. അതുപോലെ ഈ പാവപ്പെട്ട മരിച്ചുപോയ സ്ത്രീയുടെ കുടുംബത്തിന് അടിയന്തരമായി സാമ്പത്തിക സഹായവും മറ്റ് സംരക്ഷണവും ഉറപ്പാക്കണം. അതിൽ ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. 52 വയസ്സായ ഒരു വീട്ടമ്മ 2 മക്കളെ അനാഥമാക്കി ഈ ലോകത്ത് നിന്ന് യാത്രയായിരിക്കുകയാണ്. അതിനുള്ള ഉത്തരവാദിത്തം ഏൽക്കണം. അടിയന്തരമായി അവരെ സഹായിക്കാനുള്ള മേൽ നടപടികൾ സ്വീകരിക്കണം, സാമ്പത്തിക സഹായം കൊടുക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ പൊതുജന രോഷം അടിച്ചമർത്താൻ അത്ര എളുപ്പമായിരിക്കില്ല. ഈ പറയുന്ന 10 മാസം കൂടെ ഉരുട്ടിപ്പരട്ടി ഉടായിപ്പ് വില കൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയും വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ AG ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.